ഞാൻ അന്നായി എഴുതിത്തന്ന ആയത്തുകൾ ഓതിയിട്ട് ഉമ്മയെ മന്ത്രിച്ചു കൊടുത്തപ്പോൾ ഉമ്മായുടെ രോഗങ്ങൾ പൂർണ്ണമായും ഭേദപ്പെട്ടു. അത് ശിഫയായി. പിന്നീട് ഉമ്മാക്ക് ആ രോഗമുണ്ടായിട്ടില്ല എന്ന് പറയുന്നു. അങ്ങനെ രോഗങ്ങൾ മാറാൻ കാരണമായ ആ പവിത്രമായ ആയത്തുകൾ ഏതാണ് എന്നും ആ ആയത്തുകൾ എങ്ങനെയാണ് മന്ത്രിച്ചു കൊടുക്കേണ്ടത് എന്നും ഏതെല്ലാം രോഗങ്ങൾക്കാണ് ഈ ആയത്തുകൾ ഓതി മന്ത്രിക്കേണ്ടത് എന്നുള്ളതൊക്കെയാണ് കൃത്യമായി ഈ വീഡിയോയിൽ പറയുന്നത്. വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിച്ചാൽ ഇൻഷാ അല്ലാഹ് ഈ അമലുകൾ രോഗമുള്ള ആർക്കും നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് ശിഫയായി കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സ്വയം മന്ത്രിച്ചു കൊടുക്കാവുന്ന വളരെ ഫലമുള്ള വളരെ പെട്ടെന്ന് ശിഫയാകാൻ കാരണമാകുന്ന മഹത്തായ ആയത്തുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലെ രോഗികൾക്ക് ആജിലായ ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പറയാൻ പോകുന്ന ഞാൻ തുടക്കത്തിൽ പറയാൻ പോകുന്ന ഒരു ഉമ്മായുടെ രോഗം മാറി എന്ന് പറയുന്ന വളരെയധികം രോഗശൈലിയിലായി കിടന്നിരുന്ന ഉമ്മാക്ക് ആ രോഗത്തിൽ നിന്ന് ശിഫയായി ആ ഉമ്മാക്ക് എഴുന്നേറ്റ് നടക്കാൻ സാധിച്ചു എന്ന് പറയുന്ന ആ മഹത്തായ ആയത്തുകളാണ് പറയുന്നത്. അപ്പൊ ഇതാരൊക്കെ ചെയ്യാം? ആർക്കും ചെയ്യാം, ആർക്കും ഏത് രൂപത്തിലും ചെയ്യാം. ചെയ്യുമ്പോൾ നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടത് നല്ല നീയത്തോടുകൂടെ വിഷയത്തിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ്. 100% ഇത് വിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ്. അതുകൊണ്ട് തന്നെ ഖുർആൻ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫ, ഖുർആനിലുള്ളത് ശിഫയാണ്. ഏത് രോഗങ്ങൾക്കും അത് ശിഫയാണ്. അപ്പൊ ആ ഒരു കരുത്ത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വേണം. അപ്പൊ അങ്ങനെ ആ പൂർണ്ണമായ വിശ്വാസത്തോടു കൂടെ തന്നെയാണ് നിങ്ങൾ ഈ അമല് ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ചില അമലുകളൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ ചില കാര്യപ്പെട്ട ആലിമീങ്ങളുടെ അടുക്കലും ചില സയ്യിദന്മാരുടെ അടുക്കലൊക്കെ പോയിട്ട് ചെയ്യുന്നത് എന്താന്ന് വെച്ചാൽ അവര് കുറെ കൂടെ അറിവുള്ള ആളുകളാകുമ്പോൾ അവർക്ക് ആ വിശ്വാസം കുറച്ചും കൂടെ കൂടും. അപ്പൊ ആ വിശ്വാസത്തിൽ അവർ ചെയ്യുമ്പോൾ അതിന് കൂടുതൽ എഫക്റ്റ് ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് കോൺഫിഡന്റോടുകൂടെ വളരെ ആത്മാർത്ഥമായി ഇത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ കൊണ്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ഡോക്ടേഴ്സിനെ കാണിച്ചത് മാറിയിട്ടില്ല, ഒരുപാട് മെഡിസിൻസ് കഴിച്ചത് മാറിയിട്ടില്ല, ഒരുപാട് ട്രീറ്റ്മെന്റ് എടുത്തു പല സ്ഥലങ്ങളിലും പോയി, ഒരുപാട് സ്ഥലങ്ങളിൽ പോയി അവിടെ ഒന്നും പോയിട്ട് ഇതിനൊരു കാരണം കണ്ടെത്താനോ അത് ശിഫയാകാനോ സാധിച്ചിട്ടില്ല. അപ്പൊ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് അത് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളെ കൊണ്ടുള്ള ഒരു അമലാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഭേദമായി കിട്ടും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ചെയ്തു കഴിഞ്ഞാലും ആ പ്രതീക്ഷ വേണം. ഇനി ഇൻഷാ അല്ലാഹ് എൻ്റെ ഉമ്മാക്ക് ഞാൻ മന്ത്രിച്ചു കൊടുത്തത്, എൻ്റെ ഭർത്താവിന് ഞാൻ ഇപ്പോൾ മന്ത്രിച്ചു കൊടുത്തത്, എൻ്റെ വലിയമ്മയ്ക്ക് ഞാൻ മന്ത്രിച്ചു കൊടുത്തത്, എൻ്റെ ഭാര്യയ്ക്ക് എൻ്റെ മക്കൾക്കൊക്കെ ഞാൻ ഇപ്പോൾ മന്ത്രിച്ചു കൊടുത്തത് വിശുദ്ധ ഖുർആനാണ്. അവ മന്ത്രിച്ചു കൊടുക്കുന്ന സമയത്ത് ആ നീയത്ത് അങ്ങനെ ഇത് അല്ലാഹു ശിഫയാക്കി തരട്ടെ. ഞാൻ ഇങ്ങനെ പെട്ടെന്ന് യൂട്യൂബ് തുറന്നു നോക്കിയപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ കണ്ടു. ആ വീഡിയോയിൽ നല്ല കാര്യം പറഞ്ഞു തന്നതാണ് ഞാൻ കേട്ടത്. അങ്ങനെ കേട്ടപ്പോൾ എനിക്കെന്തോ അത് അങ്ങ് ഫലം ലഭിക്കുമെന്ന് തോന്നി. ആ തോന്നൽ തന്നെ വലിയൊരു പ്രതീക്ഷയാണ്. അപ്പൊ ഞാനത് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെയാണ് റബ്ബേ ഞാനിത് ചെയ്യുന്നത്, നിന്റെ കലാമ കൊണ്ടുള്ള അമലാണ് ഞാനിതാ ചെയ്യാൻ പോകുന്നു എന്ന നീയത്തോടു കൂടെ അങ്ങ് ചെയ്ത് അവരെയും തന്നെ നല്ല വൃത്തിയിൽ നല്ല ശുദ്ധിയിൽ ആ ചെയ്യുന്ന ആളും ചെയ്യപ്പെടുന്നയാളെ മാക്സിമം അതേപോലെ ആക്കിയിട്ട് ഉളുവോടുകൂടി ഖിബിലയിലേക്ക് മുന്നിടാൻ കഴിയുമെങ്കിൽ ഖിബിലയിലേക്ക് മുന്നിട്ട് ഈ അമല് വളരെ ആത്മാർത്ഥമായി ചെയ്തു നോക്കൂ. ഏത് വലിയ രോഗമാവട്ടെ, നിങ്ങൾ രോഗങ്ങളുടെ കാഠിന്യം കാണുമ്പോൾ, രോഗത്തിന്റെ ആ ഒരു ഗൗരവം കാണുമ്പോൾ ഇതൊന്നും മാറൂല എന്നൊരു ചിന്തയോടുകൂടെയാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അതിൽ പിന്നെ പ്രതീക്ഷയൊന്നും ഉണ്ടാവില്ല. നേരെ മറിച്ച് ആ ഒരു പ്രതീക്ഷയിൽ തന്നെ പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാറ്റാൻ കഴിയാത്തൊന്നുമില്ല. അവന് വലിയ വലിയ രോഗങ്ങൾ മാറ്റിയിട്ടുണ്ട്. എത്രയോ ആളുകൾ സ്വലാത്ത് ചൊല്ലിയപ്പോൾ വലിയ വലിയ മാരകമായ രോഗങ്ങൾക്ക് ശിഫ ലഭിച്ചിട്ടുണ്ട്. എത്രയോ ആളുകൾ വിശുദ്ധ ഖുർആൻ കൊണ്ട് അമല് ചെയ്തപ്പോൾ ഡോക്ടർമാർ വരെ റിജക്ട് ചെയ്ത് ഇനി ഒരിക്കലും മെഡിസിൻസ് ഇല്ല എന്ന് പറഞ്ഞ് പേര് പോലും പറയാൻ കഴിയാത്ത രോഗങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. എന്നാ പ്രതീക്ഷയിൽ തന്നെ ചെയ്യുക. നല്ല പ്രതിഫലമുള്ള അമലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യാനുള്ള തൗഫീഖ് ചെയ്തു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം, അതിന്റെ ഫലം വളരെ പെട്ടെന്ന് ആർക്ക് വേണ്ടിയാണോ ചെയ്യുന്നത് അല്ലാഹു അതൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇനി ഈ ഒരു അമല് ചെയ്തു കഴിഞ്ഞാലും ആ പ്രതീക്ഷ കൈവിടിയരുത്. ആ പ്രതീക്ഷ അങ്ങനെ തന്നെ വേണം. ചെയ്തു കഴിഞ്ഞാലും ഞാൻ ഇങ്ങനെ ഒരു അമല് വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള ഒരു അമലാണ് ചെയ്തിട്ടുള്ളത്, ഇൻഷാ അല്ലാഹ് അത് ശിഫയാകാൻ അത് കാരണമാകും. അത് ഞാൻ അത്രയും പ്രതീക്ഷയിൽ ചെയ്തതാണ്, ഖുർആൻ കൊണ്ടുള്ളതാണ്. ഇനി എൻ്റെ ഉമ്മാക്ക് ഞാനിപ്പോൾ മന്ത്രിച്ചു കൊടുത്തത്, എൻ്റെ ഉപ്പാക്ക് ഞാൻ മന്ത്രിച്ചു കൊടുത്തത്, മോൾക്ക് ഭാര്യയ്ക്ക് ഭർത്താവിനൊക്കെ മന്ത്രിച്ചു കൊടുത്തത് അത് വിശുദ്ധ ഖുർആൻ കൊണ്ടുള്ള ഒരു അമലാണല്ലോ ചെയ്തത്. അതുകൊണ്ട് അത് ശിഫയാകും ഇൻഷാ അല്ലാഹ്. ഒരു സമയമാകുമ്പോൾ അത് ഭേദമാകും. എന്നാ പ്രതീക്ഷ ഈ മന്ത്രത്തിന് ശേഷം, നിങ്ങൾ മന്ത്രിച്ചു കൊടുത്തതിന് ശേഷം ആ പ്രതീക്ഷ
ഇങ്ങനെ ഉണ്ടായിരിക്കുന്നത്. അതും നമ്മുടെ രോഗങ്ങൾ മാറാൻ. എപ്പോഴും ഒരു മുഅ്മിനിന്റെ ഹൃദയം അങ്ങനെയാണ്, നല്ല പ്രതീക്ഷകൾ വേണം, ആ പ്രതീക്ഷയിൽ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഈ അമല് ചെയ്തതിന് ശേഷം ഇൻഷാ അല്ലാഹ് അത് മാറിക്കോളും എന്നിങ്ങനെ പറയണം. അത് മാറിക്കോളും, ഞാൻ അങ്ങനെ മന്ത്രിച്ചല്ലോ, അത് മാറിക്കോളും, അത് ശിഫ ആയിക്കോളും. ആ പ്രതീക്ഷകൾക്കനുസരിച്ചാണ് നമ്മുടെ കാര്യങ്ങൾ ലഭിക്കുക. ഇത് മഹാനരായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് ഒരാൾ കടന്നു വരികയാണ്. ജാഅ റജുലുൻ ഫഖാല ലഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് ആ ആള് പറയാണ്, എൻ്റെ ഉമ്മ, വളരെ പ്രായമുള്ള ഉമ്മ, ആ ഉമ്മാക്ക് എന്നോട് വലിയ സ്നേഹമാണ്. അത്രമേൽ പ്രായമുള്ള ഉമ്മ രോഗശയ്യയിലായി കിടക്കുകയാണ്. എനിക്ക് എന്തെങ്കിലും ഉമ്മാക്ക് മന്ത്രിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ചെയ്തു തരണം എന്ന ആവശ്യം മഹാനരായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുമ്പോൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഫകതബ ലഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, മഹാനരായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹത്തിന് എഴുതി കൊടുക്കുകയാണ്. ഒരു പേപ്പർ എടുത്തിട്ട് എന്താണ് എഴുതി കൊടുക്കുന്നത്? ഞാൻ ഇവിടെ ഡിസ്പ്ലേയിൽ അത് കാണിക്കുന്നുണ്ട്. നിങ്ങൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ അതേപോലെ അത് എഴുതിയെടുത്ത്, അല്ലെങ്കിൽ എഴുതിയെടുക്കുന്നില്ലെങ്കിൽ ഈ ആയത്തുകൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഈ ആയത്തുകൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് നിങ്ങളത് പ്രത്യേകം ഒരു ബുക്കിലോ ഒരു നോട്ടിലൊക്കെ എഴുതിയെടുക്കുക. ഒരു പേജിൽ എഴുതിയെടുത്തിട്ട് രോഗമുള്ള ആളുകളുടെ സന്നിധിയിൽ ചെന്നിട്ട് അത് ഓതിയിട്ട് അവർക്ക് മന്ത്രിച്ചു കൊടുക്കുക. ഏതാണ് ആയത്ത്? ഇക്രിമ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു തൊട്ട്, ജാഅ റജുലുൻ ഫഖാല ലഹു യബ്നൽ അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ് ഈ ആയത്തുകൾ ഫകതബ ലഹു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എഴുതി കൊടുക്കുകയാണ്. ഏതാണ് ആയത്തുകൾ എന്നറിയോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കണ്ടില്ലേ? ആദ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ എന്ന ആയത്ത് സൂറത്തുൽ ഇസ്രായിലെ 82ാമത്തെ ആയത്ത്. അപ്പോൾ ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എഴുതുക, എന്നിട്ട് വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ എന്ന ആയത്ത് അത് എഴുതുക. അത് സൂറത്തുൽ ഇസ്രായിലെ 82ാമത്തെ ആയത്ത്. അതിനുശേഷം ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹൂ ഹുവ ഖൈറും മിമ്മാ യജ്മഊൻ. അത് സൂറത്ത് യൂനുസിലെ 58ാമത്തെ ആയത്ത്. ഈ രണ്ടായത്തുകളായി. ഇനി അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ റബ്ബുൽ അർശിൽ അളീം എന്ന് പറയുന്ന സൂറത്തുൻ നംലിലെ ആയത്ത്. അത് കഴിഞ്ഞിട്ട് ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു ആലിമുൽ ഗൈബി വശഹാദതി ഹുവർ റഹ്മാനുർ റഹീം. ഹുവല്ലാഹുല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹു الملك القدوس السلام المؤمن المهيمن العزيز الجبار المتكبر سبحان الله عما يشركون. هو الله الخالق البارئ المصور له الأسماء الحسنى يسبح له ما في السماوات والأرض وهو العزيز الحكيم. സൂറത്തുൽ ഹശ്റിലെ 22, 23, 24 ഈ ആയത്തുകൾ അതോടുകൂടി കഴിഞ്ഞു. ഈ ആയത്തുകൾ പൂർണ്ണമായിട്ട് ഒരു പേപ്പറിലോ അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നതിന്റെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് കിട്ടും. ഈ സ്ക്രീൻഷോട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇത് കൃത്യമായി ക്രോപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ഫോണിലോ വെക്കുക. വെച്ചതിന് ശേഷം ഇത് നിങ്ങൾ രോഗിയായിട്ടുള്ള ആളുകളുടെ സന്നിധിയിൽ പോയിട്ട് പ്രത്യേകം നല്ല നിയ്യത്തോടുകൂടെ ഈ രോഗം മാറണമെന്ന നിയ്യത്തോടുകൂടെ ബിസ്മി മുതൽ ഇതേപോലെ ചൊല്ലിയിട്ട് ഒന്ന് മന്ത്രിച്ചു കൊടുക്കുക. ഇത് ഇടക്കിടക്കൊക്കെ ചെയ്യാം. ഇത് എത്ര തവണയാണ് ചെയ്യേണ്ടത് എന്നതിന് ഒരു കണക്ക് വരാത്തത് കൊണ്ടാണ് നമുക്കിത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കാം. ഇത് ആർക്കും ചെയ്തു കൊടുക്കാം. നമ്മുടെ മോൾക്ക് രോഗമാണ്, മോൾക്ക് പനി വന്നു എന്ന് ചെയ്തു കൊടുക്കാം. നമ്മൾ ഡോക്ടറെ കാണിക്കാം. ഡോക്ടറെ കാണിച്ചിട്ട് തന്നെ ഡോക്ടറെ കാണിച്ചാലും ചിലപ്പോൾ രോഗങ്ങൾ മാറൂലല്ലോ. അതുകൊണ്ടല്ലോ ഡോക്ടർ പറയുന്നത് ഇത് 3 ദിവസത്തെ കോഴ്സാണ്. അതുകൊണ്ട് 3 ദിവസം അല്ലെങ്കിൽ ചില മെഡിസിൻസ് ഒക്കെ ഒരു 5 days കോഴ്സ് ആയിരിക്കും. അപ്പോൾ ഒരു 5 ദിവസം കഴിഞ്ഞാൽ വീണ്ടും കാണിക്കണം ഭേദമായിട്ടില്ലെങ്കിൽ എന്ന് പറയാറില്ലേ. നിങ്ങൾ ഇത് ആത്മീയമായ മെഡിസിൻസുകൾ നിങ്ങൾ ഉപയോഗിക്കണം. നമ്മൾ എന്ത് വിഷയങ്ങളുണ്ടെങ്കിലും ഇപ്പൊ നമ്മൾ രോഗിയെ നമ്മുടെ മക്കളൊക്കെ രോഗങ്ങൾ ബാധിച്ച് ഡോക്ടറെ അടുത്ത് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും അത് ഡോക്ടർ മെഡിസിൻ കൊടുക്കുമ്പോൾ ആ മെഡിസിൻ
മെഡിസിനിലൂടെ ഷിഫയാക്കി തരുന്നത് റബ്ബാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മളല്ലേ. അള്ളാഹുവാണ് ഷാഫി, അള്ളാഹുവാണ് ഷിഫയാക്കുന്നവൻ. അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ വിശ്വാസം, അതാണ് മുഅ്മിനീങ്ങളുടെ വിശ്വാസം. അള്ളാഹുവാണ് അത് രോഗങ്ങൾ ഭേദപ്പെടുത്തി കൊടുക്കുന്നവൻ. അപ്പോ നമ്മൾ ഈ ഹോസ്പിറ്റലിൽ പോയാലും പല രോഗങ്ങളും ചിലതൊന്നും പെട്ടെന്നൊന്നും മാറിക്കിട്ടൂല. അങ്ങനെ മാറിക്കിട്ടിയാലും മാറിക്കിട്ടിയിട്ടില്ലെങ്കിലും ഇതൊരു വിശുദ്ധ ഖുർആനാണല്ലോ. ഖുർആന് കൊണ്ടുള്ള ഈ ആയത്തുകളെ കൊണ്ടുള്ള ഈ ഒരു ട്രീറ്റ്മെന്റ്, ഈ ആത്മീയമായ വഴിയിലേക്ക് വരിക. ഇത് കാണാതെ അങ്ങ് പഠിച്ചു വെച്ചാൽ വളരെ കുറഞ്ഞ ആയത്തുകളല്ലേ, പഠിക്കാൻ വളരെ എളുപ്പമുള്ള ആയത്തുകളാണ്. നമ്മുടെ മക്കളൊക്കെ പെട്ടെന്ന് എന്തെങ്കിലും രോഗങ്ങൾ വന്ന്, നല്ല തലവേദന വന്ന്, നല്ല പനി വന്ന്, രാത്രിയൊക്കെ നെഞ്ചും കൂട്ടിൽ നല്ല കഫം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ചെറിയ മക്കൾക്കൊക്കെ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ, അവരിങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, കഫക്കെട്ടുമായി ബന്ധപ്പെട്ട്, ശ്വാസതടസ്സവുമായി ബന്ധപ്പെട്ട്, ഏത് രോഗങ്ങളുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ഈ ആയത്തുകൾ ഓതിയിട്ടങ്ങ് മന്ത്രിച്ചു കൊടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഷിഫയാക്കി തരും. മാത്രമല്ല, ഈ ആയത്ത് ഓതിയിട്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അവരുടെ അടുക്കൽ വന്ന ആ ആൾക്ക് പറഞ്ഞു കൊടുക്കുകയും ആ ആളത് ചെയ്യുകയും ചെയ്തു. ചെയ്യുന്നതിന്റെ മുമ്പ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തോട് പറഞ്ഞിരുന്നു, വസ്തഈൻ ബില്ലാഹ്, അല്ലാഹുവിനോട് ആത്മാർത്ഥമായി ദുആ ചെയ്യണം, നന്നായി ദുആ ചെയ്യണം. അല്ലാഹുവിനോട് ദുആ ചെയ്ത് വളരെ ആത്മാർത്ഥമായി ഇഖ്ലാസോടുകൂടെ ഈ ആയത്തുകൾ ഓതി മന്ത്രിച്ചു കൊടുക്കണം. അങ്ങനെ ഇഖ്ലാസോടുകൂടെ മന്ത്രിച്ചു കൊടുക്കണം. എന്നിട്ട് ആ മനുഷ്യൻ പറയുകയാണ്, എന്നോട് എങ്ങനെയാണോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇത് ചെയ്യാൻ വേണ്ടി കൽപ്പിച്ചത് അതേപോലെ ഞാൻ ചെയ്തു. ഈ ആയത്തുകളുടെ ബറക്കത്ത് കൊണ്ട് എൻ്റെ ഉമ്മയുടെ രോഗങ്ങൾ ഭേദമായി എന്ന് കിതാബുകളിൽ കാണാം. മഹാനരായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദിനിൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയം കൃത്യമായി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഏത് രോഗങ്ങളുണ്ടെങ്കിലും ആ രോഗങ്ങളിൽ നിന്ന് പെട്ടെന്നൊരു ശിഫ ലഭിക്കാൻ നമുക്ക് ഡോക്ടറെ കാണിക്കുന്നതിന്റെ മുമ്പാണെങ്കിലും ഈ ഒരു വഴി പരീക്ഷിച്ചു നോക്കുക. അല്ലെങ്കിൽ ഏത് രോഗങ്ങൾ വന്നാലും ഈ രോഗങ്ങൾ നൽകിയത് അല്ലാഹുവാണ്. അതിലെ അള്ളാഹുവിന്റെ ഖദ്ർ ഖലാവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അള്ളാഹു നമുക്ക് നൽകിയ രോഗമാണ്. ആ രോഗത്തിന് അള്ളാഹുവിന്റെ അടുക്കൽ ശിഫ ഉണ്ട്. അത് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി, ഓരോ വിഷയങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ ചില രഹസ്യങ്ങളാണ് അങ്ങനെ രോഗങ്ങൾ കിട്ടുന്നത്. ഒരു പക്ഷേ നമുക്ക് ആഖിറത്തിൽ വലിയ ദറജ ലഭിക്കാൻ വേണ്ടിയാകാം. മഹാന്മാർക്കൊക്കെ രോഗങ്ങളും പരീക്ഷണങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നത് അവർക്ക് പരലോകത്ത് വലിയ സ്ഥാനം ലഭിക്കാൻ വേണ്ടിയിട്ടാണ്. അവർ ചെയ്യുന്ന അമലുകൾ, ആ അമലുകൾ അവർക്ക് കൊടുക്കപ്പെടുന്ന സ്ഥാനത്തിന്, അതിന് ആ ഉയർന്ന സ്ഥാനം ഈ അമലുകൾ മതിയാകാതെ വരുമ്പോ ഇങ്ങനെ രോഗം കൊടുത്ത് ആ രോഗത്തിലൂടെ ക്ഷമിക്കുന്നതിലൂടെ അള്ളാഹു ഉദ്ദേശിച്ച ഉയർന്ന സ്ഥാനത്തിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് മഹാന്മാർക്ക് രോഗങ്ങള്, പരീക്ഷണങ്ങള് അതേപോലെ മുഅ്മിനീങ്ങൾക്കൊക്കെ നൽകുന്നത് എന്ന് കിതാബുകളിൽ കൃത്യമായി കാണാവുന്നതാണ്. അപ്പൊ രോഗങ്ങൾ തരുന്നതിലേക്ക് പല രഹസ്യങ്ങളും ഉണ്ടാകും. അത് പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാകാം. അങ്ങനെ രോഗങ്ങൾ വരുമ്പോൾ അത് നമുക്ക് റബ്ബിലേക്ക് തന്നെ നേരിട്ട് ഏൽപ്പിച്ച് റബ്ബിനോട് തന്നെ പറഞ്ഞ് റബ്ബിൽ നിന്ന് തന്നെ അതിന്റെ ശിഫ നേരിട്ട് വാങ്ങിക്കാനുള്ള ഒരു മാർഗമാണ് ഈ മാർഗം. ഈ ആത്മീയമായ ഈ വഴി, ഈ ഒരൊറ്റമൂലി നിങ്ങൾ ഉപയോഗിച്ചു നോക്കൂ. ജീവിതത്തിൽ നല്ല ഫലം ലഭിക്കാൻ കാരണമാകും. ഈ അമല് ചെയ്ത ആ സ്വഹാബി, ഈ അമല് ചെയ്ത ആ ആൾ പറയുന്നത് നിങ്ങൾ കേട്ടില്ലേ, എന്നോട് കൽപ്പിക്കപ്പെട്ടതുപോലെ ഞാനത് പ്രവർത്തിച്ചു. അങ്ങനെ ഈ ആയത്തുകളുടെ ബറക്കത്ത് കൊണ്ട് ഞാൻ എൻ്റെ ഉമ്മാക്ക് മന്ത്രിച്ചു കൊടുത്തു. ആ മന്ത്രിച്ചു കൊടുത്തത് കൊണ്ട് എൻ്റെ ഉമ്മായുടെ രോഗങ്ങൾ മാറിയെന്ന് മഹാനരായ അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി ഈ വിഷയം അവിടുന്ന് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആർക്ക് രോഗങ്ങളുണ്ടോ ഇത് നിങ്ങൾക്ക് മന്ത്രിച്ചു കൊടുക്കാവുന്നതാണ്. നല്ല നിയ്യത്തോടുകൂടെ ചെയ്തു കൊടുക്കാവുന്നതാണ്. എപ്പോഴും പ്രതീക്ഷ വേണം. എല്ലാ ദിവസവും ഓർമ്മപ്പെടുത്താറുള്ളത് പോലെ 5 വഖ്ത് നിസ്കാരം നിലനിർത്തരുത്. നമ്മുടെ ഈ നാക്ക് കൊണ്ട് 5 വഖ്ത് നിസ്കാരം നിലനിർത്തണം. അതൊരു കാരണവശാലും ഒഴിവാക്കരുത്. അത് ഒഴിവാക്കുന്ന സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. ഏത് തിരക്കുകളിൽപ്പെട്ടാണെങ്കിലും ഒരു കാരണവശാലും ഒഴിവാക്കരുത്. നമ്മുടെ ഈ നാക്ക് കൊണ്ടാണ് വിശുദ്ധ ഖുർആൻ ഓതുന്നത്. നമ്മുടെ ഈ കണ്ണുകളെ കൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിലേക്ക് നോക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഓതുന്ന നാക്കിന് ഫലം വരണമെങ്കിൽ, ആ കാണുന്ന കണ്ണിന് ഫലം വരണമെങ്കിൽ
ഹറാമിൽ നിന്ന് മാറി നിൽക്കണം, ഹറാമുമായി ബന്ധപ്പെടരുത് എന്നൊക്കെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ് എല്ലാവരോടും സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മജ്ലിസ് എല്ലാ ദിവസവും നൂറെ മദീനയുടെ മജ്ലിസ് രാവിലെ 6:15 രാത്രി 7:15 നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് മജ്ലിസിൽ കൃത്യമായി പങ്കെടുക്കണം. അങ്ങനെ മജ്ലിസിൽ പങ്കെടുക്കുമ്പോൾ അതിൽ വെച്ച് അസ്മാഉൽ ഹുസ്നയും വിശുദ്ധ ഖുർആനിലെ പ്രധാനപ്പെട്ട സൂറത്ത് യാസീൻ, സൂറത്തുൽ മുൽക്ക് ഉൾപ്പെടെയുള്ള, സൂറത്തുൽ കഹ്ഫ് ഉൾപ്പെടെയുള്ള സൂറത്തുകളൊക്കെ ഓതുന്ന ഹദാദ് റാത്തീബ് പാരായണം ചെയ്യുന്ന വളരെ മുബാറക്കായ മജ്ലിസാണ്. വർഷങ്ങളായി ഒരുപാട് ആളുകൾ പങ്കെടുക്കുന്നവരുണ്ട്. അവർക്കൊക്കെ അതിന്റെ ഫലം ജീവിതത്തിൽ അവർ അനുഭവിക്കുന്നവരാണ്. പുതിയതായി കേൾക്കുന്നവരോട് നിങ്ങൾക്കും ഇതിൽ പങ്കെടുക്കാം. നിങ്ങൾക്കും ഇതിൽ ഒരു സ്ഥിരാംഗത്വമായിട്ട് എന്നും ഇതിൽ നിങ്ങൾക്ക് പങ്കെടുത്തുകൊണ്ടിരിക്കാം. ഒരുപാട് ആളുകളെ വാഹനങ്ങളിൽ യാത്ര ചെയ്യുന്നവര് അവരവരുടെ ജോലിയുടെ സ്ഥലത്തേക്ക് പോകുമ്പോൾ നമ്മുടെ മജ്ലിസ് ഓപ്പൺ ചെയ്ത് വെച്ച് പോകുന്നവരുണ്ട്. അവർ നമുക്ക് ആ വീഡിയോ അയച്ചു തന്നപ്പോൾ ഞാനത് ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ലോറി ഡ്രൈവർമാര്, അവര് ലോറി ഡ്രൈവർ കാസർഗോഡുള്ള ഒരു സഹോദരന് മുമ്പ് നമ്മോട് അറിയിച്ചത്, അദ്ദേഹം എന്നും ജോലിയിലേക്ക് പോകുമ്പോൾ അദ്ദേഹം ലോറിയിൽ നമ്മുടെ ഈ മജ്ലിസ് ഓപ്പൺ ചെയ്തു വെക്കുമെന്നാണ്. എത്രയോ ഉമ്മമാര് അവരടുക്കളയിൽ പ്രഭാത ഭക്ഷണം, പ്രാതൽ ഭക്ഷണം അവരുടെ ഭാര്യയ്ക്ക്, അവരുടെ ഭർത്താവിനും മക്കൾക്കൊക്കെ മദ്രസയിലേക്കും സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ അവര് ഭക്ഷണം പാചകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അടുക്കളയുടെ ഒരു ഭാഗത്ത് നമ്മുടെ മജ്ലിസ് അവർ ഓപ്പൺ ചെയ്തു വെക്കും. എന്തിനു ഓപ്പൺ ചെയ്തു വെക്കും? വീട്ടിൽ ബറക്കത്ത് ഉണ്ടാവാൻ, അവർ ചെയ്യുന്ന ജോലിയിൽ ഖൈർ ഉണ്ടാവാൻ, അവരുടെ മക്കളുടെ കാര്യത്തിൽ ഖൈർ ലഭിക്കാൻ, പ്രത്യേകം ദുആ ചെയ്യാൻ. നിങ്ങൾക്കും ഇങ്ങനെ നല്ലൊരു ജീവിത ശൈലിയിലേക്ക് മുന്നോട്ട് വരാം. അതിന് നിങ്ങൾക്ക് ഈ മജ്ലിസുകളൊക്കെ ഉപയോഗപ്പെടുത്തും.